ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിഡിലനായിട്ടുള്ളൊരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ റെസിപ്പിയാണ്. പൊറാട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, കുഴിമന്തിൻ്റെ ഒക്കെ കൂടി സൈഡായിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം. കുറച്ച് പണികളായിട്ടാണ്, പക്ഷേ അടിപൊളിയാണ്. നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് മാരിനേഷന് വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, 2 ടീസ്പൂൺ കോൺഫ്ലോർ. പിന്നെ ഇനി വേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. പിന്നെ കുറച്ച് വെള്ളം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫുൾ ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത്യാവശ്യം വലിയ കോഴിയാണ്. എന്നിട്ടിത് കുറച്ച് നേരം റെസ്റ്റിന് വെക്കണം. നമ്മൾ കാലിൽ നൂല് കെട്ടിയിട്ടുണ്ട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തത് ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റിന് വെക്കണം. ഏകദേശം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ വെക്കുക കേട്ടോ. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മേലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, നന്നായിട്ട് ഫ്രൈ ചെയ്യണമൊന്നുമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പുറം മാത്രം ഒന്ന് ഫ്രൈ ആക്കാനാണ്. നമ്മളിപ്പോൾ ചിക്കൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഉരുള ആയത് കാരണം കൊണ്ട് തന്നെ കുറച്ചൊന്ന് ചിക്കൻ്റെ ഇതൊന്ന് അടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ അത്രയും വലിയ പാത്രം അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉരുളിയാവുമ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. ഇത്രയും മതി. അത്യാവശ്യം 2 സൈഡും ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നാൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ആ ഉരുളിയിൽ തന്നെ നമ്മൾ എന്താ പറയുക മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കിയുള്ള എണ്ണയൊക്കെ മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു 3 വലിയ സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നന്നായിട്ടത് വഴറ്റിയെടുക്കുക. നമ്മളതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് സവാള ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, പിന്നെ ബാക്കി നമ്മൾ തക്കാളി, ഒരു 2 തക്കാളി പഴുത്തത് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മന്തി മസാലയാണ് കേട്ടോ.
3 ടീസ്പൂൺ മന്തി മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ക്യാപ്സിക്കമാണ്. ഒരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു മാഗി ക്യൂബാണ് ചേർത്തത്, അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക, കുറച്ച് പുതിനയുടെ ഇലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് സോസാണ്. അതിന് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ കുറച്ച് വെള്ളം. അതിപ്പോൾ നമ്മൾ ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മാഗി ക്യൂബ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തം 2 മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ചേർത്തിട്ട് നമ്മൾ ഈ മസാല അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക, മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാണ് കേട്ടോ, നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളതിന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം അങ്ങോട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ വേവുന്ന വരെ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ, ചിക്കനിലൊക്കെ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഇത് നന്നായിട്ട് ഗ്രേവി അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നാൽ മതി. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് കാല് കെട്ടിവെച്ച നൂലൊന്ന് കട്ട് ചെയ്ത് വിടുക എല്ലാവരും. ഇവിടെ ചിക്കൻ എന്താ ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എത്ര നമുക്ക് ഗ്രേവിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.